ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയുടെ ഇൻട്രോ എടുക്കുന്ന നാട്ടിൽ വന്നിട്ടാണ്. കാരണം എനിക്ക് പൂനെയിൽ വെച്ച് ഇതിൻ്റെ ഇൻട്രോ എടുക്കാൻ സാധിച്ചില്ല. കാരണം നല്ല മഴയായിരുന്നു. ആ മഴയത്ത് ഞാൻ ഒരു കുടയോ റെയിൻകോട്ടോ ഒന്നുമില്ലാതെയാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പോൾ അത് കാരണം എനിക്ക് പുറത്ത് പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പിന്നെ ഞാനാണെങ്കിൽ പൂനെയിൽ തലേ ദിവസം വന്നിട്ട് റിട്ടയറിംഗ് റൂം ഡോർമെറ്ററി എടുത്തിട്ടാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ അവിടുന്ന് ഫ്രഷായി പുറത്തിറങ്ങിയപ്പോഴത്തേന് ഒരു 7:25 7:30 ആയിട്ടുണ്ട്. ട്രെയിനാണെങ്കിൽ 7:50 പുറപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഈ മഴയത്ത് എങ്ങനെയും പോയി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാലും ടൈമും കിട്ടിയില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇൻട്രോ ഇവിടെ വന്നിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മുടെ ട്രെയിനിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പൂന ജംഗ്ഷനിൽ നിന്നും മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനൽസ് വരെ പോകുന്ന പ്രഗതി എക്സ്പ്രസ് ആണ്. ഇതിൻ്റെ ട്രെയിൻ നമ്പർ വരുന്നത് 12126. പിന്നെ നമ്മുടെ ലോക്കോമോട്ടീവ് ഏതായിരുന്നു വെച്ചാൽ WCAM എന്ന് പറഞ്ഞിട്ട് 3 പറഞ്ഞിട്ടൊരു ഗുഡ്സ് ലോക്കോ ആണ്, കല്യാൺ ലോക്കോ ഷെഡിൻ്റെ. പിന്നെ ബോർഗാഡ്സ് വഴി പോകുന്ന ട്രെയിനാണ്. അതാണ് ഈ ട്രെയിനിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ലോണ്ട ജംഗ്ഷൻ പിന്നെ കർജത്ത് റൂട്ട് വഴി പോകുന്ന വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുള്ള ഒരു റൂട്ടാണ്. ആ റൂട്ട് വഴി പോകുന്ന ട്രെയിനാണ് നമ്മുടെ പ്രഗതി എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ട്രെയിനിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇതിന് വിസ്റ്റാഡാം കോച്ച്, അതുപോലെ AC ചെയർ കാറ്, നോൺ AC ചെയർ കാറ്, പിന്നെ സെക്കൻഡ് സീറ്റിംഗ് കോച്ചുകളൊക്കെയാണുള്ളത്. അപ്പം വിസ്റ്റാഡാം കോച്ചിൻ്റെ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ AC ചെയർ കാറിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കോച്ചിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കാരണം AC ചെയർ കാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. നോർമലായിട്ട് നമ്മുടെ വേണാട് എക്സ്പ്രസിൻ്റെ ഒക്കെ AC ചെയർ കാർ പോലെ തന്നെയുള്ള LHB ചെയർ കാറായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ട് പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇന്നലെ ഇട്ട വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ വീഡിയോ എല്ലാവരും പോയി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. കാണുന്ന കേട്ടോ ഈ വണ്ടിയുടെ വിസ്റ്റാഡാം കോച്ച്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറി പോവാം. അകത്തേക്ക് കയറി കഴിയുമ്പം ഈ വാഷ് ബേസിൻ്റെ ഭാഗങ്ങളൊക്കെ നോർമൽ ട്രെയിനിലുള്ള പോലൊക്കെ തന്നെയാണ്. അവിടെ നിന്ന് പോകുന്ന സമയത്താണ് നമുക്ക് എന്താ പറയുക സ്പെഷ്യാലിറ്റി ഉള്ളത്. കാരണം ഇതിൻ്റെ സീറ്റിംഗ്, അതുപോലെ മുകളിൽ റൂഫിൽ നമുക്ക് ഗ്ലാസ് കാണാൻ സാധിക്കും. അതുപോലെ സൈഡിൽ വലിയ വിൻഡോ ആണ്. പിന്നെ നമ്മുടെ വന്ദേ ഭാരതിൻ്റെ ഒക്കെ എക്സിക്യൂട്ടീവ് ചെയർ കാറിലുള്ള പോലെ തന്നെ സീറ്റ് 90 ഡിഗ്രി വരെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും തിരിഞ്ഞിരിക്കാം. പിന്നെ ഏറ്റവും ബാക്കിലുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടെ എഞ്ചിനാണ് കൊടുത്തത്, പക്ഷേ എഞ്ചിൻ അല്ലായിരുന്നുവെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ശരിക്കും അവിടെ എൻജിൻ കൊടുക്കാതെ അവിടെ പ്ലെയിനാക്കി ഇടുമായിരുന്നെങ്കിൽ, ശരിക്കും ഇത് പുറകോട്ടാണ് കൊടുക്കുകയായിരുന്നെങ്കിൽ നല്ല വ്യൂ ആയിരുന്നു ഉണ്ടാവേണ്ടത്. ബാക്കിലിരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഏതാണ്ട് ഒരാൾക്ക് 780 രൂപയാണ്. പൂനെ ടു പൻവേൽ കേട്ടോ, പൻവേൽ വരെ പോകാനാണ് 780 രൂപ വരുന്നത്. CST വരെയാണെങ്കിൽ പിന്നെയും കൂടാൻ സാധ്യതയുണ്ട്. കണ്ടില്ലേ, മേലെയൊക്കെ ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ്. ഇത് പോകുന്നൊരു ഗാർഡ് സെക്ഷൻ ആയതുകൊണ്ട് ആ റൂട്ടിലുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റും ഇത്തരത്തിലുള്ള കോച്ചിൽ പോകുന്ന സമയത്ത്. സീറ്റും കാര്യമൊക്കെ നല്ല കംഫർട്ടബിളാണ്, ഇരിക്കാനായിട്ട് നല്ല സുഖമാണ്, നല്ല കുഷിങ്സും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും നമ്മുടെ വന്ദേ ഭാരതിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർ കാറിലുള്ള അതേ ഫെസിലിറ്റി തന്നെയാണ് ഉള്ളത്. പക്ഷേ കുറച്ചും കൂടി കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാൻ സാധിക്കും. ഇനി ഇവിടെ മുതൽ കാണാൻ പോകുന്നത് നമ്മുടെ ബോർഗാഡ്സിൻ്റെ വ്യൂ ആണ്. നിറയെ ടണൽസും അതുപോലെ ഒത്തിരി പാലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നല്ല മഴയാണ്. യാത്ര തുടങ്ങിയപ്പോൾ തൊട്ടുള്ള മഴയാണ്. ആ മഴ പെയ്യുന്ന സമയത്ത് നല്ല കോടയൊക്കെയാണ്. ആ കോട ഇറങ്ങുന്ന സമയത്ത് ആ ഒരു ടൈമിൽ ട്രെയിനിൽ പോകുകയെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഈ നോർമൽ സൈഡിലൊന്ന് പോകുകയെന്നുള്ളത് സേഫായിട്ടുള്ള കാര്യമല്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ എന്നാൽ പോലും ഇത്തരം കാഴ്ചകൾ അത് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ആരും ദയവേത് അനുകരിക്കാൻ നിൽക്കരുത്. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ എന്താ പറയുക, ആ കോടയിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ട്രെയിൻ പോകുന്ന ആ ട്രെയിനിൻ്റെ സൗണ്ടും മഞ്ഞും പിന്നെ മഴത്തുള്ളികൾ പാറി നമ്മുടെ മേത്ത് വീഴുമ്പോഴൊക്കെ ഉള്ള ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെയായിട്ട് വളരെ നമുക്ക് ഒരാൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഫീലിങ്സാണ് കിട്ടുന്നത്. ഒരു വട്ടം ഈ റൂട്ടിലൂടെയൊക്കെ നമ്മളൊന്ന് ട്രാവൽ ചെയ്യുക തന്നെ ചെയ്യണം.
ഒന്നും കാണാൻ പറ്റില്ല. ശരിക്കും വണ്ടി ഓടിക്കുന്ന ലോക്കോ പൈലറ്റ് സമ്മതിക്കണം. കണ്ടില്ലേ, ഇത്രയാണ് എൻ്റെ ഒരു കോടാണ്. താഴോട്ട് ഒരു നദി ഒഴുകി പോകുന്നത് കാണാൻ പറ്റില്ല. എല്ലാ ദിവസവും പൂനെ ജംഗ്ഷനിൽ നിന്നും മുംബൈ CSTയിലേക്ക്, അതായത് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനൽസിലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിനാണ്. രാവിലെ 7:50 പൂന സ്റ്റേഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു 11:25 കൂടി CSTയിൽ ട്രെയിൻ എത്തുന്നതായിരിക്കും. ഇതിന് ഉള്ള സ്റ്റോപ്സ് എന്ന് പറഞ്ഞാൽ പൂനെ കഴിഞ്ഞാൽ പിന്നെ ലോണാവാല, പിന്നെ കർജത്ത്, പൻവേൽ, താനെ ആൻഡ് ദാദർ സെൻട്രൽ, പിന്നെ മുംബൈ CST. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.